പാഠം 720. മല പോലെ വന്നത്. ഹലോ, അതെ സത്യഭാമയാണ്. ആ ആലിസേ, ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. ഇന്നലെ രാത്രി വിദ്യാലക്ഷ്മി വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ അതെല്ലാം വിദ്യ പറഞ്ഞു. ഇനിയൊന്നും നോക്കാനില്ല. ഒരു 11 മണിയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ബിനോയ്ക്ക് നാളെ തന്നെ വക്കീൽ നോട്ടീസ് അയക്കാം. ഒരാഴ്ച കഴിഞ്ഞ് ഡൈവേഴ്സ് പെറ്റീഷനും കിട്ടും. അതുപോരെ? ആലിസ് ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന്. ഒന്നെങ്കിൽ ബിനോയ് സ്വയം ഒഴിഞ്ഞു പോകും, ഇല്ലെങ്കിൽ അയാളെ കോടതി കയറ്റി നിർത്തി ഞാൻ വട്ടം കറക്കും. എന്തായാലും വിവാഹമോചനം വാങ്ങിത്തരാന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്ക. ശരി. കൊള്ളാം. നിന്റെ സ്വരത്തിൽ എന്ത് ആവേശമാണ്! നീ സംസാരിക്കുന്നത് കേട്ടാൽ നാടിന് മുഴുവൻ ഗുണമുള്ള എന്തോ കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോവും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടാക്കി അവരെ തമ്മിൽ പിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ വാചകമണി. ഭാമേ, പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൈവോഴ്സ് കേസുകൾ പോലുള്ള കേസുകൾ യാതൊരു കാരണവശാലും നീ ഏറ്റെടുക്കരുതെന്ന്. ഒരു കുടുംബം കലക്കുന്നതിന് തുല്യമാണത്. അത്തരം ദ്രോഹങ്ങൾ ചെയ്യുന്നവർ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പഠിക്കും. മോഹനേട്ടൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നീ ഇപ്പോ ഒരു ഡൈവോഴ്സ് കേസിന്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ട് സമ്പാദിക്കുന്ന പൈസ കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതുന്നത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ അനുഭവിക്കും. മോഹനേട്ടാ, കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറടക്കുന്ന ഈ സ്വഭാവം മോഹനേട്ടൻ നിർത്തണേ. ആലീസ് ബിനോയും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു എന്ന് കേട്ട പാടെ മോഹനേട്ടൻ എന്നെ കുറ്റം പറയുന്നത് ശരിയാണോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിവാഹം എന്നത് ജീവിത അവസാനം വരെ വേണ്ടുന്ന ഒരു ബന്ധമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അതിർത്തി വരുമ്പോഴേക്കും വലിച്ചെറിഞ്ഞ് കളയേണ്ട ഒന്നല്ല. ശരി, സമ്മതിച്ചു. പക്ഷെ ആലീസും ബിനോയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് മോഹനേട്ടൻ അറിയാമോ? ആലീസിന്റെയും ബിനോയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. ആദ്യമൊക്കെ ബിനോയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ സ്നേഹം കുറഞ്ഞു വരുന്നുണ്ടോന്ന് ആലീസിനൊരു സംശയം. അങ്ങനെ ആലീസ് ബിനോയെ പറ്റി അന്വേഷണം തുടങ്ങി. അപ്പോഴല്ലേ അറിയുന്നത് ബിനോയുടെ ആഫീസിൽ ജോലി ചെയ്യുന്ന ശശികല എന്ന പേരുള്ള പെങ്കൊച്ചുമായി ബിനോയ് അടുപ്പത്തിലാണെന്ന്. ആദ്യമൊക്കെ ആലീസ് അത് കണ്ടില്ലാന്ന് വെച്ചു. പക്ഷെ കഴിഞ്ഞ ആഴ്ച ആലീസ് സ്വന്തം വീട്ടിലേക്ക് പോയ നേരത്ത് ബിനോയ് ശശികലയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആലീസിന്റെ ഏതോ പരിചയക്കാരൻ വിവരം വിളിച്ച് ആലീസിനെ അറിയിച്ചു. ആലീസ് നേരെ വീട്ടിൽ ചെന്നപ്പോ ബിനോയിയുണ്ട് പുതിയ കാമുകിയാണ്. ഇങ്ങനെ സംഭവിച്ച ആലീസ് എന്ത് ചെയ്യണം മോനട്ടാ? ഭർത്താവിന്റെ സകല തോന്നിയാസങ്ങൾ സഹിച്ച് ഭാര്യ വായും പൂട്ടിയിരിക്കണോന്നാണ് മോഹനേട്ട പറയുന്നെങ്കിൽ അത് നടക്കില്ല. ആലീസിന് ഇത്ര ഒരു ബന്ധമുണ്ടായിരുന്നു ബിനോയ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുമായിരുന്നു? മോഹനേട്ട, വിവാഹം പവിത്രമാണ്. അത് മരണം വരെ ഉണ്ടായിരിക്കണമെന്നൊക്കെ പറയാം. പക്ഷെ ബിനോയ് കാണിക്കുന്നത് പോലെ വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹ ജീവിതം ശാശ്വതമായിരിക്കൂ? ഇവിടെ എങ്ങാനും അങ്ങനെയൊക്കെ സംഭവിക്കണം. മോഹനേട്ടന് ഞാനല്ലാതെ മറ്റൊരു പെണ്ണുമായി അടുപ്പുണ്ടെന്നുള്ളതിന് തെളിവല്ലോ എനിക്ക് കിട്ടിയ. വേറൊരു പെണ്ണിനെയും മോഹനേട്ടനെയും അരുതാത്ത ചുറ്റുപാടിൽ കണ്ടാൽ ഞാൻ ഡൈവേഴ്സ് കേസിനൊന്നും പോലെ മോനട്ടാ. അവൾ ആരായാലും അവളെ ഞാനൊന്നും പറയില്ല. കാരണം തെറ്റ് അവളുടെയല്ലോ. പക്ഷേ മോഹനേട്ടനെ ഞാൻ തട്ടിയിരിക്കും. എന്താ എട്ടിയത്? ഒരു സംശയവും വേണ്ട. മോഹനേട്ടനെ കൊന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ പോയി കീഴടങ്ങും. ഇനിയുള്ള കാലം ജയിലിൽ കിടന്നാലും എനിക്ക് കുഴപ്പമില്ല. ഉത്തമനാണ്. അടുത്ത ഡൈവേഴ്സ് കേസാണോ എന്തോ. നമസ്കാരം വക്കീലെ. ഞാൻ പ്രഭാര സാറിന്റെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പ്രഭാര സാറും ചന്ദ്രൻകുട്ടിയും കൂടെ അത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയ മട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കേസ് പിൻവലിച്ചാലോ എന്ന് പ്രഭാര സാറിനൊരു ചിന്ത. അപ്പൊ വക്കീലിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചറിയാൻ എന്റെ അടുത്ത് പറഞ്ഞു. എനിക്കെന്താ അഭിപ്രായത്തമ്മ? കേസ് പിൻവലിക്കാന്ന് കക്ഷിക്ക് തോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വക്കീലിന് എന്താ തർക്കം? പ്രഭാര സാറിനോട് സമയം പോലെ വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഓ ശരി 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 വക്കീൽ. സാറില്ലേ ഇവിടെ? കണ്ടില്ലല്ലേ? സാറ് ആഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പില്ല. അതിനിടയിൽ എന്റെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞ് വെറുതെ എന്നോട് മിക്കിട്ട് കയറാൻ വന്നു. അത് സ്ഥിരം പരിപാടിയാണല്ലോ സാറിന്റെ. തർക്കം മൂത്ത് വന്നപ്പോഴേക്കും ഉത്തം വന്നുകൊണ്ട് തീരുമാനമായില്ല. ഓ നമസ്കാരമുണ്ട് സാറേ. ഞാനിപ്പോ സാറിന്റെ കാര്യം ചോദിക്കുകയായിരുന്നു. സാർ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയാണല്ലേ? അല്ല, പിന്നെ ഞാൻ ചീട്ട് കളിക്കാൻ പോവാ. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇങ്ങനെ ചീട്ട് കളിക്കാൻ പോകാറുണ്ടല്ലോ.
ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ഞാൻ ഉത്തരവിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങുന്നു ഞാൻ. പോയി കിട്ടി. എന്റെ അമ്പോ, നല്ല ദേഷ്യത്തിലാണല്ലോ സാറ്. അപ്പൊ കാര്യമായി എന്തോ വഴക്ക് നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ത് കാര്യം? രാവിലെ ഒരു വഴക്കുണ്ടാക്കാതെ ആഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ വലിയ ആഫീസൊക്കെ ശ്വാസം മുട്ടില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു ഒന്ന് വഴക്കുണ്ടാക്കും, അത്രേ ഉള്ളു കാര്യം. അതിലേക്ക് എന്തെങ്കിലും കാര്യമുള്ളതാണ് ഉത്തമ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ ശശാങ്ക? സാറേ, ഞാൻ സാറിനെ കാണാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്തിന്? അല്ല സാറേ, എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ശശാങ്ക. സാറേ, അങ്ങനെ പറയരുത്. അത് കൊടുത്താലേ പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടൂ. ഒരാഴ്ചക്കുള്ളിൽ കെട്ടിടം പണി തുടങ്ങാനിരിക്കാൻ ഞാൻ. കെട്ടിടം പണിയുന്നതും പണിയാതിരിക്കുന്നതും ഒക്കെ ശശാങ്കന്റെ ഇഷ്ടം. പക്ഷേ ഭൂമിയുടെ ആധാരം ഹാജരാക്കാതെ ഞാൻ എങ്ങനെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരും? ആധാരം കഴിഞ്ഞ മാസം വീട്ടിലുണ്ടായിരുന്നു സാറേ, ഇപ്പൊ കാണാനില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശശാങ്ക. ഒന്നാമത് ശശാങ്കൻ താമസിക്കുന്നത് ഇവിടെ അല്ല. ഈ നാട്ടിൽ ജോലിക്ക് വന്ന് കണ്ടുപരിചയമേ നമ്മൾ തമ്മിലുള്ളൂ. പിന്നെ ഇവിടെ ശശാങ്കൻ സ്ഥലം വാങ്ങി എന്നുള്ളത് നേരാ, ഞാനത് സമ്മതിച്ചു. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ആധാരത്തിന്റെ അസല് കണ്ടേ പറ്റൂ. അത് കാണുന്നില്ല സാറേ. കാണുന്നില്ല എന്ന് ശശാങ്കൻ പറയുന്നു. ശശാങ്കൻ അത് മറ്റെവിടെയെങ്കിലും പണയം വെച്ചിരിക്കുകയാണെങ്കിലോ ഞാൻ എങ്ങനെ അറിയും? ആധാരം കാണാതായാൽ പുതിയ ആധാരത്തിന് അപേക്ഷിക്കാമല്ലോ. അതിന്റെ നടപടിക്രമങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചോദിച്ചാൽ പറഞ്ഞുതരും. അസൽ ആധാരം കൊണ്ടുവരാതെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തരുന്ന പ്രശ്നമില്ല. ഓഹോ, അപ്പൊ എന്നെ പോലുള്ള കൂലിപ്പണിക്കാർക്ക് ഒരു ആവശ്യം വരുമ്പോ ഇതൊക്കെയാണ് സാറുമാരുടെ സ്വഭാവം അല്ലേ? സാറേ, ഞാൻ ഈ നാട്ടിൽ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട് കൊല്ലം 8 വർഷമായി. സാറിനേക്കാൾ മുമ്പ് ഈ നാട്ടിൽ വന്നത് ഞാനാ. ആ സ്ഥലം വാങ്ങിയിട്ട് കൊല്ലം 2 ആയി. ഇനിയെങ്കിലും ഒരു വീട് വെക്കണമെന്ന് കരുതുമ്പോ സമ്മതിക്കില്ല അല്ലേ? ശരിയാക്കി തരാം ഞാൻ. ശശാങ്ക, ഇത്തരം ഭീഷണി കേട്ട് പേടിക്കുന്ന ഒരാളല്ല കെ മോഹനകൃഷ്ണൻ സാർ. കാണാം. കാണാം. മേലിൽ ഇക്കാര്യം പറഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ ശശാങ്കൻ വിവരമാണ്. എന്തായാലും ശശാങ്കനുമായിട്ട് വഴക്കിന് പോണ്ടായിരുന്നു സാർ. അവൻ രണ്ടും കൽപ്പിച്ച് നടക്കുന്നവനാ. എപ്പോഴാ എന്താ ഒപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവന്റെ വേഷം കണ്ട് അവനെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യാത്തിടത്തോളം കാലം എന്നോട് വഴക്കിന് വന്നിട്ട് എന്താ കാര്യം? സാറ് പറയുന്നതൊക്കെ സത്യ. പക്ഷെ ഒരു വഴക്കുണ്ടായാൽ ജയിക്കാൻ വേണ്ടി എന്ത് നാണം കെട്ട പരിപാടി അവൻ കാണിക്കും. പണ്ട് സപ്ലൈ ഓഫീസർ സേതുരാമൻ സാറിന്റെ കുടുംബം കളിക്കുന്നത് ഇവനല്ലേ? സേതുരാമൻ സാറിന്റെയോ? സേതുരാമൻ സാറും വേറൊരു പെണ്ണുമായിട്ട് അടുപ്പുണ്ടെന്ന് കരുതി സേതുരാമൻ സാറിന്റെ ഭാര്യ ഇറങ്ങിപ്പോയതിന് ശശാങ്ക എന്ത് വിളിച്ചു? എന്റെ പ്രൊഫസറെ, നിങ്ങൾക്കൊന്നും അന്നത്തെ സംഭവം എന്താണെന്ന് അറിയില്ല. ശശാങ്കം സപ്ലൈ ഓഫീസറോട് റേഷൻ കാർഡിന് അപേക്ഷിച്ചു. സംഗതി മുഴുവൻ ചുറ്റിക്കളിയാണെന്ന് മനസ്സിലാക്കിയ സേതുരാമൻ സാറേ റേഷൻ കാർഡിനുള്ള അപേക്ഷ വലിച്ചീറി ചവറ്റുവിട്ടു. എന്നിട്ടെന്താ, ശശാങ്കന്റെ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്തു. സേതുരാമൻ സാർ വിചാരിച്ചത് പ്രശ്നം അവിടെ കൊണ്ട് തീർന്നു എന്നാ. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു സ്ത്രീയെ സേതുരാമൻ സാറിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. സേതുരാമൻ സാറിന്റെ രഹസ്യ ഭാര്യയാണെന്ന് പറയുകയും ചെയ്തു. സാറും ആ പെണ്ണും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ചു. അങ്ങനെയാണ് സാറിന്റെ ഭാര്യ ഇറങ്ങി സ്ഥലം വിട്ടത്. പക്ഷേ ഈ കേറി ചെന്ന പെണ്ണ് ശശാങ്കം പറഞ്ഞിട്ടൊരു നാടക നടിയായിരുന്നു. അപ്പോ ആ ഫോട്ടോ ഇക്കാലത്ത് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാക്കാനാണോ സാറേ പാട്? ശരിയാ, അതൊക്കെ ശശാങ്കന്റെ ഏർപ്പാടായിരുന്നു. 1-2 കൊല്ലം കഴിഞ്ഞാ സേതുരാമൻ സാറിന്റെ ഭാര്യ തിരിച്ചു വന്നത്. അല്ല, സേതുരാമൻ സാറിനോട് ചെയ്ത പോലെ എന്നോട് ചെയ്ത ശശാങ്കൻ വിവരം അറിയും. മാമ ഒന്നും വിശ്വസിക്കുന്നില്ല. എന്റെ പൊന്നു സാറേ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ചരിത്രമൊക്കെ പറയാൻ കൊള്ളാം. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോഴൊക്കെ ഭാര്യമാരൊക്കെ വെറും പെണ്ണുങ്ങളെ പോലെ പെരുമാറും. ഇല്ലെങ്കിൽ കാഞ്ചന സാർ പറയട്ടെ,
പ്രഹ്ലാദ് സാറിനെ പറ്റി ഇങ്ങനെ ഒരു കഥ കേട്ട സഹിക്കുമെന്ന്. അപ്പ കാണാൻ കളി. അതിപ്പോ ഒരു പെണ്ണ് നേരിട്ട് വന്ന് പറഞ്ഞ ആരായാലും വിശ്വസിച്ചു പോകും. അതിപ്പോ സാറിന്റെ വക്കീലായാലും അങ്ങനെ തന്നെയാ. ഹലോ, ആ വിദ്യ. ആലിസ് ഇന്ന് ഓഫീസിൽ വന്നിരുന്നു. വക്കാലത്ത് ഒപ്പിട്ട് തന്നു. ഞാൻ ബിനോയ്ക്ക് വക്കീലോട്ട് സഹിക്കുകയും ചെയ്തു. സംഗതി കേസാവെന്നറിഞ്ഞ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിന് ബിനോയ് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ലല്ലോ. സ്വന്തം ഭാര്യയെ പറ്റിച്ച് വേറൊരു സ്ത്രീയുമായി അടുപ്പത്തിൽ കഴിയുന്ന ബിനോയെ പോലുള്ളവരെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. വിദ്യ ആരോ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാമേ. വക്കീലല്ലേ? അതെ, എന്താ കാര്യം? എനിക്ക് വക്കീലിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തെങ്കിലും കേസിന്റെ കാര്യമാണോ? കേസൊന്നും അല്ല വക്കീലേ, എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാ. വക്കീൽ ഇടപെട്ടാലേ ഇത് ശരിയാക്കാൻ പറ്റൂ. എന്താ കാര്യം? ഇന്ന് ഇവിടെ വരും വേണം ഫോണ്. ഹലോ, അതെ ഉത്തമനാണ്. പ്രഭാര സാറാണാ? സാറേ എന്തായി നമ്മുടെ കാര്യങ്ങള്? അതെയോ പറയണോ സാർ? അത് നന്നായി. അപ്പോഴേ സാറ് നാളെ വക്കീലിനെ കണ്ട് കാര്യം പറഞ്ഞാൽ മതി. പിന്നെ ഞാനിന്ന് രാവിലെ വക്കീലിനോട് സകല കാര്യവും പറഞ്ഞിട്ടുണ്ട്. ശരി 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 ശരി. സാർ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയാ? രാവിലെ ഉത്തമൻ ചോദിച്ചു ഓഫീസിലേക്കാണോ എന്ന്. ഇപ്പൊ ചോദിക്കുന്നു നേരത്തെ ഇറങ്ങിയോ എന്ന്. ഈ രണ്ട് ചോദ്യങ്ങളും തീർത്തും ആവശ്യമില്ലാത്തതാണ്. കാരണം ഞാൻ ഓഫീസിൽ നിന്ന് കൃത്യസമയത്താണ് പുറപ്പെട്ടത്. സാറേ, സാറിന്റെ വീട്ടിലൊരു പെണ്ണ് കയറി പോകുന്നുണ്ട്. വക്കീലിനെ കാണാൻ വന്നായിരിക്കോ? പെണ്ണോ? ആ മരം വെട്ടാൻ നടക്കുന്ന ശശാങ്കനില്ലേ, അവന്റെ കൂടെയാ വന്നത്. ശശാങ്കന്റെ കൂടെയോ? ബൈക്കിൽ വന്ന് വീട്ടിന്റെ താഴെ നിർത്തി രണ്ടുപേരും കൂടെ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്ന കണ്ട്. എന്നിട്ട് ആ പെണ്ണ് മാത്രം വീട്ടിലേക്ക് കയറിപ്പോയി. എപ്പോ? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലാ കണ്ടേ. ശശാങ്കനോ? ശശാങ്ക് അപ്പം തന്നെ സ്ഥലം വിട്ടു. എന്ത് സാറേ പ്രശ്നം? ഒന്നുമില്ല. ശരി. അപ്പൊ ശശാങ്കൻ രണ്ടും കൽപ്പിച്ചാണോ? എന്താ ചെയ്യുക? വേണ്ട. എന്റെ വക്കീലെ, വേറൊരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഇത് പറയാൻ ഞാനിവിടെ വരില്ലായിരുന്നു. എന്റെ അവസ്ഥ വക്കീല് മനസ്സിലാക്കണം.
ചക്കരെ പാലേന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയി. ഇനിയുള്ള കാലം മുഴുവൻ നോക്കിക്കൊള്ളാന്ന് എന്നോട് വാക്ക് പറഞ്ഞതാ. വേറൊരു ഭാര്യയുണ്ടെന്നറിയാതെയാ ഞാൻ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടിയത്. മോഹനകൃഷ്ണന്റെ കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാമ വിശ്വസിക്കില്ല. ആണുങ്ങളോ പലരും ഇത്തരക്കാരാണ് സുശീലേ. നമ്മളെ കാണുന്ന പോലെയൊന്നുമല്ല ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം. എന്തായാലും ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് വരാൻ സമയമായിട്ടുണ്ട്. മോഹനേട്ടൻ വന്നിട്ട് സുശീല പോയാൽ മതി. ഇക്കാര്യത്തിലൊരു തീരുമാനമാവാതെ പോയിട്ടെന്താ കാര്യം? ഓഹോ, ഭാമ അത് വിശ്വസിച്ചോ? പെണ്ണുങ്ങളുടെ അവസ്ഥ പെണ്ണുങ്ങൾക്കേ മനസ്സിലാവും. എന്തായാലും സുശീലയ്ക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. ഈ പ്രശ്നം തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മോഹനേഷ സാറ് ആള് ഭയങ്കര ചൂടനായതുകൊണ്ട് ചോദിക്കുക, ഇതിന്റെ പേരിൽ വഴക്കു വല്ലതും ഉണ്ടാവോ? വഴക്കുണ്ടാവും, ഞാൻ കാണിച്ചു തരാമോ? ആ, മോഹനേട്ടൻ വരാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ഇതാരാണെന്ന് മോഹനേട്ടൻ മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മോഹനേട്ടൻ ഇത് പിന്നെ സുശീലയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് മാത്രമല്ലല്ലോ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടത്. ചില കാര്യങ്ങൾ കേട്ടറിയാനും പറ്റും. കേട്ടറിവോ? അതെന്താ സാറേ? എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ ഏത് നാടകത്തിൽ അഭിനയിക്കുന്ന നടിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത്തരം നാടക നടിമാരെ കൊണ്ടുപോയി ഓരോ വീട്ടിലെ പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിച്ച് ശശാങ്കൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിട്ട് എനിക്കറിയാം. പക്ഷേ അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. അമ്മേ, ഇവള് പറയുന്നത് നീ വിശ്വസിക്കരുത്. ശശാങ്കൻ എന്ന് പറഞ്ഞിടത്ത് നിനക്കറിയാമോ? ലോക തട്ടിപ്പുകാരനാ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അവനാണ് ഇവളെ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് വിട്ടത്. അത് പറയാം. ശശാങ്കന്റെ ബൈക്കിന്റെ പുറകിലല്ലേ വന്നത്? അതെ. കേട്ടോ കേട്ടോ, കള്ളം പൊളിച്ചു. കേട്ടോ, കള്ളം പൊളിച്ചു. ശശാങ്കനാണ് ഈ കള്ളക്കഥയൊക്കെ പഠിപ്പിച്ച് ഇവളെ ഇങ്ങോട്ട് വിട്ടെന്ന കാര്യം ഞാൻ അറിയില്ല എന്നാണ് ഇവർ ധരിച്ചത്. പക്ഷേ എല്ലാം അറിയാം, എല്ലാം അറിയും, എല്ലാം. നിന്റെ നാടകങ്ങളിൽ പൊളിച്ച സ്ഥിതിക്ക് എന്തിനാണ് നിൽക്കുന്നത്? മോഹനേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഒരു ശശാങ്കന്റെ കാര്യം. അവന് അവന്റെ വസ്തുവിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം, ലോൺ എടുത്ത് വീട് പണിയാൻ. പക്ഷേ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്ന കടലാസിൽ ആധാരത്തിന്റെ ആസ്ഥൽ ഇല്ല. അത് അവൻ എവിടെയോ പണയം വെച്ചിരിക്കുകയാണെന്ന കാര്യം ഉറപ്പാ. അതുകൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അതിന്റെ പേരിൽ ഇന്ന് രാവിലെ ശശാങ്കൻ എന്നെ വഴിയിൽ വെച്ച് ചീത്ത വിളിച്ചു. പക്ഷേ എത്ര ചീത്ത വിളിച്ചാലും സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അവൻ എന്നോട് പ്രതികാരം ചെയ്യാനാണ് ഇതിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിനക്കറിയാമോ, സപ്ലൈ ഓഫീസിലെ സേതുരാമൻ സാറ് റേഷൻ കാർഡ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ശശാങ്കൻ ചെയ്ത് എന്താണെന്ന്? ഒരു നാടകനടിയെ വേഷം കെട്ടിച്ച് സേതുരാമൻ സാറിന്റെ രണ്ടാം ഭാര്യയാണെന്ന് പറഞ്ഞ് സേതുരാമൻ സാറിന്റെ വീട്ടിലേക്ക് വിട്ടു. ആ ഒരൊറ്റ പ്രശ്നത്തിലാ സേതുരാമൻ സാറിന്റെ ഭാര്യ പണങ്ങിപ്പോയത്. ഇപ്പോ എന്നോടുള്ള ദേഷ്യത്തിന് ഇവളെ പറഞ്ഞു വിട്ടിരിക്കുക. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ചക്കര പഞ്ചാര എന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടിയെന്നോ അല്ലേ? ആരടുത്തുകൂടി? ഞാനോ? ഇനിയുള്ള കാലം മുഴുവൻ നിന്നെ നോക്കിക്കോളാം ഞാൻ എപ്പോഴാ പറഞ്ഞത്? നീ ശശാങ്കന്റെ കൂടെ ബൈക്കിൽ വരുന്നതിന് സാക്ഷികളുണ്ട്. അമ്മേ, ഇവള് പറഞ്ഞ് മുഴുവൻ കാണാം. ഇവളെ വിശ്വസിക്കരുത്. ഇവള് നാടകം നടിയാ. നീ ഏത് നാടക സമിതിയിലുള്ളത്? സംഘചേതനോ സമർപ്പിക്കണോ? സുശീല ഒരു നാടക നടിയുമല്ല. ഞാൻ പറയുന്ന നിനക്ക് വിശ്വാസമില്ലേ? ശശാങ്കനെ പോലുള്ള കള്ളന്മാർ എന്റെ കുടുംബം കലക്കാൻ വേണ്ടി ഇതുപോലെ പലതും ചെയ്യും. കാരണം ഞാൻ ഒരു സത്യത്തിനായ വില്ലേജ് ഓഫീസറാണല്ലോ. പക്ഷേ നീ എന്റെ കൂടെ നിൽക്കണം. ഇവിടെ പറയാനൊന്നും വിശ്വസിക്കല്ലേ. ആ ശശാങ്കൻ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അല്ലെന്ന് ആര് പറഞ്ഞു? സുശീല ശശാങ്കന്റെ ഭാര്യ. ശശാങ്കന്റെ ഭാര്യ.
നേരത്തെ ഒരു കല്യാണം കഴിച്ചതും ആ ഭാര്യ ശശാങ്കനെ ഉപേക്ഷിച്ചു പോയതൊന്നും പറയാതെയാണ് ശശാങ്കൻ സുശീലയെ കല്യാണം കഴിച്ചത്. ആള് ശശാങ്കനായതുകൊണ്ട് സുശീലയും കളഞ്ഞിട്ട് പോവാന്നാണ് സുശീലയുടെ പേടി. അതുകൊണ്ടാണ് ഉള്ള സ്ഥലത്ത് ഒരു വീട് വെച്ച് ശശാങ്കൻ ഇവിടെ തന്നെ സ്ഥിരപ്പെടുത്താൻ സുശീല നോക്കുന്നത്. ശശാങ്കനോട് സർട്ടിഫിക്കറ്റ് തരുന്ന പ്രശ്നമില്ലാന്ന് മോഹനോട് പറഞ്ഞില്ലേ? ശശാങ്കൻ സംഭവം സുശീലയോട് പറഞ്ഞപ്പോ സുശീല പറഞ്ഞു ഇവിടെ വന്ന് എന്നെ കണ്ട് കാര്യം പറയാമെന്ന്. അതിന് വന്നാണ് സുശീല. സാറേ, ആധാരം കാണാതെ പോയതൊന്നും അല്ല, എന്റെ കയ്യിലുണ്ട്. അത് കയ്യിൽ കിട്ടിയ അങ്ങേരത് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെക്കും. അതുകൊണ്ട് ഞാനത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇതെന്റെ കയ്യിലുണ്ടെന്ന് സാറ് പറയരുത്. പകർപ്പ് ഓഫീസിൽ തന്നിട്ടുണ്ടല്ലോ. അസൽ കാണാത്തതിന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് തരാതിരിക്കരുത്. ഈ ആധാരം ഇവിടെ തന്നെ വെച്ചാ മതി. ബാങ്കിൽ ഒരു ലോൺ ശരിയാവാതെ ശശാങ്കേട്ടനെ ഇത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. ഞാൻ വരട്ടെ സാറേ. നാണക്കടായി. ഇതിനാണ് സുശീല വന്ന് നീ നേരത്തെ പറഞ്ഞതാ. എപ്പോ എന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ സംഭവിച്ചു? മോഹനേട്ടന് പറയാനുള്ളതല്ല മോഹനേട്ടൻ തന്നെ ആദ്യം പറഞ്ഞു. അല്ല മോഹനേട്ടാ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ മോഹനേട്ടനോട് പറയാ. എന്ത്? മോഹനേട്ടന് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഈ നാട്ടുകാർ മുഴുവനും പറയട്ടെ. ഞാനതൊന്നും വിശ്വസിക്കില്ല. കാരണം എനിക്ക് പറ്റിയൊരബദ്ധം ഇനി ഒരു പെണ്ണും പറ്റാൻ ഒരു സാധ്യതയില്ല. മോഹനേട്ടനെ പ്രേമിക്കുന്നതിനെക്കാട്ടും നല്ലത് കാഴ്ച ബംഗ്ലാവിൽ ചെന്ന് അവിടുത്തെ കാണ്ടാമൃഗത്തെ പ്രേമിക്കുന്നല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്റെ മോഹനേട്ടൻ കാണ്ടാമൃഗം ഒന്നുമല്ല. ഒരു പാവം നല്ല തങ്കപ്പെട്ട പാവം വില്ലേജ് ഓഫീസർ. കുടുംബം കലങ്ങുമെന്ന് കേട്ടാൽ ആരും ചെയ്യുന്നതൊക്കെ മോഹനകൃഷ്ണനും ചെയ്തുള്ളൂ. പക്ഷേ കക്ഷിയുടെ കണക്ക് കൂട്ടൽ ചെറുതായൊന്നു തെറ്റിയെന്ന് മാത്രം. സാരമില്ല, മല പോലെ വന്നത് എലി പോലെ പോയ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.